എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളിൽ ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്ന ചില ഹോർമോണുകളുണ്ട്. അവയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. സ്ത്രീകളിലെ ലൈംഗിക ആരോഗ്യം ഹോർമോണുകളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലൈംഗിക ആരോഗ്യം സ്ത്രീകളിൽ നിലനിർത്തണമെങ്കിൽ ഹോർമോണുകൾ കൂടിയേ തീരൂ. ഗർഭം, അണ്ഡോൽപാദനം, മാർദ്ദവചക്രം ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. ഹോർമോൺ അസന്തുലനം സ്ത്രീകളുടെ ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കും. അതുപോലെ ഒന്നാമതായി ടെസ്റ്റോസ്റ്റിറോണിന്റെ കാര്യമെടുക്കാം. സ്ത്രീകളിലെ ലൈംഗിക തൃഷ്ണയെ സ്വാധീനിക്കുന്ന പ്രധാന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നത് ലൈംഗിക ആസക്തിയെയും ലൈംഗിക താല്പര്യത്തെയും കുറക്കും. യോനിയുടെ ആരോഗ്യം ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് യോനി വരണ്ടതാകാനും ഇലാസ്റ്റിസിറ്റി കുറയാനും കാരണമാകാറുണ്ട്. രണ്ടാമതായി പ്രൊജസ്ട്രോൺ. സ്ത്രീകളിലെ ലൈംഗിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ആർത്തവത്തെ നിയന്ത്രിക്കുന്നതോടൊപ്പം ശരീരത്തെ ഗർഭധാരണത്തിനായി തയ്യാറെടുപ്പിക്കുന്നതും ഈ ഹോർമോണാണ്. പ്രൊജസ്ട്രോണിന്റെ അഭാവം ക്രമം തെറ്റിയ ആർത്തവത്തിന് കാരണമാകാറുണ്ട്, ഒപ്പം ഗർഭധാരണം പ്രയാസമുള്ളതുമാക്കാറുണ്ട്. മൂന്നാമതായി തൈറോയിഡ്. തൈറോയിഡ് ഹോർമോൺ ലൈംഗികാരോഗ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇവ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. ഇത് ലൈംഗികതയെ ബാധിക്കും. ഹൈപ്പോതൈറോയിഡിസം, ക്ഷീണം, ശരീരഭാരം കൂടൽ, ലൈംഗിക തൃഷ്ണ കുറയൽ ഇവക്ക് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, പ്രമേഹം ഇവ ഹോർമോൺ നിലയെയും ലൈംഗിക ആരോഗ്യത്തെയും ബാധിക്കാറുണ്ട്. ക്രമം തെറ്റിയ ആർത്തവം, വന്ധ്യത, ലൈംഗിക താല്പര്യക്കുറവ് ഇവയ്ക്കെല്ലാം PCOSും കാരണമാകാറുണ്ട്. പ്രമേഹവും സ്ത്രീകളിലെ ലൈംഗിക താല്പര്യക്കുറവിലേക്ക് നയിക്കുന്നവയാണ്. ആർത്തവ വിരാമം മൂലം ഹോർമോൺ അസന്തുലനം ഉണ്ടാകാം. ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കുറയുന്നു. ഇത് യോനി വരൾച്ചയ്ക്കും ലൈംഗിക താല്പര്യക്കുറവിനും കാരണമാകും. ഹോർമോൺ അസന്തുലനം ഉണ്ടെന്ന് തോന്നിയാൽ വൈദ്യസഹായം തേടണം. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടതും ഹോർമോൺ സന്തുലനത്തിന് ഏറെ ആവശ്യമാണെന്ന് ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.